ആർ നോട്ട് സിക്ക്, ലിവ്. പാർട്ട് 2. പാർട്ട് 1 ദൈവവചന അടിസ്ഥാനത്തിൽ പരിശുദ്ധാത്മാവ് നമ്മൾ ജീവനെ ചോദിച്ചു കഴിഞ്ഞാൽ കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേൾക്കും. ജീവൻ്റെ ആയുസ്സിനെ ദീർഘിപ്പിച്ചു തരുന്ന ദൈവമാണ്. സ്ക്യാവിൻ്റെ കാര്യം പഴയ നിയമത്തിൽ പറയുന്നുണ്ട്. പുതിയ നിയമത്തിൽ മരണത്തെ ജയിച്ചവനായ ക്രിസ്തു പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലുള്ളപ്പം നമ്മൾ ദൈവത്തിൻ്റെ മക്കളെന്ന പദവിയിൽ എന്ത് ചോദിച്ചാലും കർത്താവ് ആത്മാവിൻ്റെ ബലത്തിൽ അത് നടത്തിത്തരും. ജീവൻ്റെ ആത്മാവിൻ്റെ ഒരു പ്രമാണം, മരണത്തിൻ്റെ പ്രമാണത്തിൽ നിന്ന് നമുക്ക് വിടുതൽ തന്നിരിക്കുക. മരണമേ നിൻ്റെ ജയം എവിടെ? എൻ്റെ ദൈവത്തിൻ്റെ ആത്മാവിൽ നമ്മൾ ഏൽപ്പിച്ച ജോലികൾ പൂർത്തീകരിക്കാൻ തക്കവണ്ണം ബലം തരുന്നു. നമ്മളൊന്ന് ഡെയിലി ഇൻടേക്ക്, എല്ലാ ദിവസവും വചനം കൊണ്ട് നിറയ്ക്കണം. ഇതാണ് എൻ്റെ ഭക്ഷണം. ഭക്ഷണം കഴിച്ചേ പറ്റത്തുള്ളൂ. ഭക്ഷണത്തിന് പകരം എനിക്ക് വചനമാകുന്ന ആത്മാവിന് അത് മെഡിറ്റേറ്റ് ചെയ്യണം, അത് വായിക്കണം. അങ്ങനെ ഒരു തീഷ്ണത. നേരം വെളുക്കുമ്പോഴേ വേദപുസ്തകത്തിനകത്ത് എൻ്റെ കണ്ണ് ചെല്ലണം. അല്ലെ യൂട്യൂബിൽ കൂടെ ആണെങ്കിൽ, അല്ലെ മൊബൈലിൽ കൂടെ, അതിൽ കൂടെ എവിടെയാണെങ്കിലും വചനം കണ്ടിരിക്കണം, വചനം കേൾക്കണം, വചനം പറയുന്നിടത്ത് പോയിരിക്കണം. ഇതൊക്കെ ആവശ്യമാണ്. അപ്പോൾ ഈ ഡെയിലി ഇൻടേക്ക് എന്ന് പറയുന്നത് യു സ്റ്റാർട്ട് റീഡ് ദ വേർഡ്. മനസ്സിലായാലും ഇല്ലേലും വായിക്കുക. യു നീഡ് ടു ടേക്ക് എ ഡെയിലി ഡോസ്. യു നീഡ് ടു റിലീസ് ദ സ്പിരിച്വൽ. അത് ഈ പല പ്രാവശ്യം ഇങ്ങനെ നമ്മൾ വായിച്ച് വരുമ്പോഴത്തേക്ക് ആത്മീയ കോളത്തിൽ ഈ വചനത്തിൻ്റെ ശക്തി പകരാൻ തുടങ്ങും. അപ്പം ഫെയ്ത്ത് ഈസ് എ ക്വയറ്റ് അൺഷേക്കബിൾ കോൺഫിഡൻസ്. അതായത് ഇങ്ങനെ നമ്മളിങ്ങനെ പിടിച്ച് കുലുക്കാൻ വയ്യാത്ത ഒരു ശക്തിയാണ് ഈ ഫെയ്ത്ത് എന്ന് പറയുന്നത്. വിശ്വാസം അതൊരു പാറയാണ്, അത് വെറും കല്ലല്ല. കർത്താവ് ഈ പത്രോസിനോട് പറയുന്നു, നീ പാറയാവുന്നു. എപ്പോഴാ? നീ ദൈവപുത്രനാണ് എന്ന് പത്രോസ് മനസ്സിലാക്കിയപ്പം യേശു പറയാണ്, ഇത് ജഡരക്തങ്ങളല്ല ഇത് മനസ്സിലാക്കിച്ചതെന്ന് പരിശുദ്ധാത്മാവാണ്. അതുകൊണ്ട് ഈ ഈ സത്യത്തിൻ്റെ മേൽ ഞാൻ എൻ്റെ ആലയം പണിയും. അതുകൂടെ കർത്താവ് പറഞ്ഞു, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കയില്ല. എത്ര യുഗങ്ങളായിട്ട്, കാലങ്ങളായിട്ട് വിശ്വാസികളെ നശിപ്പിക്കാൻ എന്തെല്ലാം തരത്തിൽ ടോർച്ചർ ചെയ്തിട്ടും ഇന്നും ദൈവത്തിൻ്റെ വചനത്തിലാണ് ലോകം നിൽക്കുന്നത്. അവരറിയുന്നില്ല ദൈവവചനമാണ് ലോകത്തെ സസ്റ്റെയിൻ ചെയ്യുന്നത്. ദൈവവചനം എടുത്തു മാറ്റി കഴിയുമ്പോൾ ഇവിടെ ഒരുതരം ഭ്രാന്ത് പിടിച്ച ആലയമായി മാറും, സംശയമില്ല. അല്ലെ നോക്കിക്കോ, ദൈവമക്കൾ അവിടെ ഇവിടെ ഇങ്ങനെ പോക്കറ്റായിട്ട് അവിടെ വെച്ചിട്ടുണ്ട് കർത്താവ്. അവരുടെ വെളിച്ചത്തിലാണ് ഭൂമി നിൽക്കുന്നത്. അത് എത്ര പേർക്ക് അറിയാമെന്നുള്ളതാണ്. മറ്റുള്ളവർക്ക് ബോധമില്ലാതെ വിളിച്ചു പറയുന്നത് കേട്ടിരുന്നാണ്. നുണയൻ, ദുഷ്ടപിശാചിനെ കുറിച്ച് ദൈവം പറയുന്നത് യോഹന്നാൻ്റെ സുവിശേഷം 8:44 കർത്താവ് പറയുന്നത്, അവൻ നുണയൻ്റെ അപ്പൻ. അവൻ നുണയല്ലേ പറയത്തുള്ളൂ. ആ നുണയ്ക്കകത്ത് നമ്മളങ്ങ് കമന്ന് കിടക്കുക. അപ്പോൾ ഒരു പ്രാവശ്യം കർത്താവ് പറഞ്ഞു കേട്ടു, ഞാൻ അവൻ്റെ നുണയെല്ലാം പൊട്ടിച്ചു മാറ്റും. അതാർക്കാ? ദൈവത്തിൻ്റെ വചനം, ദൈവത്തിൻ്റെ ജീവൻ ചെന്ന് നുണയെ പൊട്ടിച്ചു മാറ്റുന്ന ദിവസം. അപ്പം ബോഡി ഹാസ് ടു കം അണ്ടർ ദി ന്യൂ മാനേജ്മെൻറ്റ്. Faith is the quiet, unshakable confidence. Your spirit need word. എൻ്റെ ആത്മാവിൻ്റെ ഭക്ഷണം വചനമാണ്. Then the body comes under the new management. അങ്ങനെ പുതിയ മാനേജ്മെൻറ്റാണ് ഇപ്പം. അങ്ങനെ എൻ്റെ ശരീരത്തിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാൻ തുടങ്ങിയതോടുകൂടി എനിക്കിപ്പം ഭയമില്ല. അതായത് ഞാൻ ഭയപ്പെട്ടിരുന്ന കാര്യം കർത്താവ് ഏറ്റെടുത്തു എന്നുള്ള ബോധമാണ്. അതും ആരാ? അപ്പുറത്തും ഇപ്പുറത്തും കൈക്കൂലി വാങ്ങിച്ച് മാറാത്ത ദൈവം. മനസ്സിലായോ? എവിടെ ചെന്നാലും ഇങ്ങപ്പുറത്ത് കാശ് കിട്ടി അങ്ങോട്ട് മാറും, അപ്പുറത്ത് കാശ് കിട്ടി അങ്ങോട്ട് മാറും. അങ്ങനെയല്ലേ ലോകത്തിലുള്ള ആളുകളൊക്കെ. പക്ഷെ ദൈവത്തിന് മുമ്പിൽ അത് പോറ്റത്തില്ല, അത് നിലനിൽക്കത്തില്ല. ഒരിക്കലും കൈക്കൂലി വാങ്ങിക്കാത്ത സത്യത്തിന് വേണ്ടി നിൽക്കുന്ന ദൈവത്തിൻ്റെ കയ്യിൽ എൻ്റെ വിഷയം എത്തിച്ചെന്നു. അവിടെയാണ് നമ്മുടെ മിടുക്ക്. ആണോ? നമുക്ക് പറയാനൊക്കുമോ? അപ്പം ദ ബോഡി കാനോട്ട് ലോങ് റെസിസ്റ്റ് ദി അതോറിറ്റി ഓഫ് സ്പിരിറ്റ് ദാറ്റ് ഈസ് ഫിൽഡ് വിത്ത് ഗോഡ്സ് വേർഡ്. ദൈവവചനം കൊണ്ട് നിറച്ചിരിക്കുന്ന ഒരാത്മാവിന് എതിരായിട്ട് ശരീരത്തിന് പ്രവർത്തിക്കാനൊക്കത്തില്ല. അതുകൊണ്ടാണ് ദൈവവചനത്തിൻ്റെ ശക്തി വരുമ്പം ചിലരുടെ രോഗം പെട്ടെന്ന് മാറും. നമ്മൾ ഈ വചനം ഒത്തിരി പ്രാർത്ഥിച്ചിട്ട് ഒരു രക്ഷയില്ലാഞ്ഞിട്ട് ബെന്നിഹിന്നിൻ്റെ ഒക്കെ ഉള്ളവരുടെ മിനിസ്ട്രി ചെന്നിരിക്കുമ്പോൾ അദ്ദേഹം അന്നേരം ഇങ്ങനെ ആത്മാവിനിങ്ങനെ ഓരോന്ന് വിളിച്ചു പറയും. അത് വിളിച്ചു പറയുമ്പം ഒരു ലാസ്റ്റ് കൊള്ളി പോലെ അത് നമ്മുടെ അടുക്കിലോട്ട് വന്ന് കൊള്ളും. അതോടുകൂടി രോഗസൗഖ്യം വരും. കാരണം ഇതുവരെ പ്രാർത്ഥിച്ചതിൻ്റെ അൾട്ടിമേറ്റും അദ്ദേഹം ആത്മാവിൽ വിളിച്ചു പറയും. അപ്പോൾ ആ ഒരു ഇവൻ്റ് മാത്രമല്ല, അതിൻ്റെ മുൻപിലുള്ള പല വർഷത്തെ പ്രാർത്ഥനയുടെ കൾമിനേഷൻ, അൾട്ടിമേറ്റ് റിസൾട്ട് ബോഡി അനുസരിച്ചു. അതുകൊണ്ട് നമ്മൾ അതിൻ്റെ മുമ്പിൽ പലരും നമ്മുടെ രോഗത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു കാണും.
ഒരാൾക്ക് തന്നെയല്ല പ്രശംസ, ലാസ്റ്റിൽ അവസാനത്തെ നമ്മൾ വൃക്ഷം വെട്ടുന്നത് പോലെയാണ്. പണ്ട് വൃക്ഷം വെട്ടുമ്പോൾ നമ്മൾ കോടാലി കൊണ്ടാണ് വെട്ടുന്നത്. എത്ര ദിവസം എടുക്കും ഒരു വലിയ വൃക്ഷം വെട്ടാൻ? വെട്ടി 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 ഒരു ലാസ്റ്റിൽ ഒരു വെട്ടുമ്പം പിടോന്ന വൃക്ഷം വീഴും. ആ ഒരു വെട്ടാണോ എത്ര വെട്ടതിന് മുമ്പിൽ വെട്ടിക്കഴിഞ്ഞു. അതുപോലെയാണ് നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുക. ദൈവം അപ്പം നമ്മുടെ ഫെയ്ത്ത് റൈസസ്, ഫിയർ ഹാസ് നോ പ്ലേസ്, വേർഡ് ഗവേൺസ് യുവർ ഇന്നർ ലൈഫ്. വചനം എൻ്റെ ഉള്ളിലെ കാമ്പിനെ, എൻ്റെ ഉള്ളിലെ അന്തരാത്മാവിനെ ഭരിക്കാം. പെട്ടെന്നുള്ള ഒരു റിലീഫല്ല, ചിലർക്ക് കിട്ടും. പക്ഷെ വചനം അയച്ചാൽ വചനം വേര് വെക്കണം. ആ പ്രോസസ്സ് ഇൻവേർഡാണ്. അതായത് ഈ വചനത്തിൻ്റെ വേര് ഒരു വിത്തല്ലേ ഈ വചനം. ആ വിത്ത് ചെന്നിട്ട് ഇപ്പം നമ്മളൊരു പയറിട്ടാൽ 2-3 ദിവസത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്താൽ ആദ്യം വരുന്ന അതിൻ്റെ വേരാണ്, അത് താഴോട്ട് പോകും. എന്ന് പറഞ്ഞ പോലെ ഫെയ്ത്ത് ഒരു സീഡാണ്. ആ സീഡ് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ചിലപ്പോൾ റിസൾട്ട് കാണുന്നില്ല. കാരണം അതിൻ്റെ വേര് താഴോട്ടിറങ്ങി പടരും. ആ വേരിൻ്റെ ബലം കെട്ടിട്ടാണ് തളിരുന്ന് അതിൻ്റെ ചെറിയ കാമ്പ് പുറത്തോട്ട് വരുന്നത്, ജീവൻ പുറത്തോട്ട് കാണുന്നത്. അപ്പോൾ അതിനു മുമ്പ് വേറെ ഇറങ്ങിയെന്ന് ഓർക്കണം. ഇതുപോലെ തന്നെയാണ് നമ്മൾ വചനം കേട്ടിട്ട് ഒരിക്കലും നടക്കത്തില്ല എന്നുള്ളിടത്ത് ഒരു വചനം ദൈവം ഇങ്ങോട്ട് തരും. ആ വചനം ഒരു വിത്തായിട്ട് വീഴും. അതേന്നൊരു വേര് കിളുത്തിട്ട് പിന്നെ അതിൽ നിന്ന് നാമ്പ് മുകളിലോട്ട് വരും. അത് പിന്നെ പടുവൃക്ഷമായിട്ടങ്ങ് മാറും. അങ്ങനെയുള്ളവർക്കാണ് പിന്നെ ആ ഏരിയയിൽ ഒരു മിനിസ്ട്രി വരുന്നത്. അതായത് രോഗസൗഖ്യം പ്രാർത്ഥിച്ച് ലഭിച്ചവർ അവർ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഉടനടി സൗഖ്യം വരും. എന്നാൽ രോഗസൗഖ്യം ഒരു വരമാണ്. ചിലർക്ക് ഈ പ്രശ്നമൊന്നും കൂടാതെ ജന്മനാ ഈ വരമിട്ടവരുണ്ട്. അങ്ങനെ കണ്ടിട്ടുണ്ട്. അപ്പം നമ്മൾ അപ്പനമ്മമാർ ഡോക്ടേഴ്സാണെന്ന് വിചാരിക്കുക. മക്കൾ ഡോക്ടർ ആയില്ല എങ്കിൽ പോലും ആ രോഗസൗഖ്യത്തിൻ്റെ കൃപ അവരുടെ മേലുമുണ്ട്. നമുക്കറിയാൻ വയ്യാട്ടോ, നമ്മൾ ശ്രദ്ധിക്കുന്നില്ല. പറഞ്ഞാൽ മതി അവർ. അപ്പം നമ്മൾ ചിലർക്ക്, എൻ്റെ വീട്ടിൽ ഞാൻ കണ്ടു, എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മ ഡോക്ടറാണ്. അമ്മ വളരെ ആത്മീയ കോളത്തിൽ നിന്ന ഒരു ഡോക്ടറായിരുന്നു. അമ്മ ഏത് രോഗിയെ കണ്ടാലും വലിയ ചിലവൊന്നുമില്ലാതെ കാര്യം എല്ലാവർക്കും സന്തോഷമാണ്. ബോഡി ശുദ്ധാത്മാവില്ല. എൻ്റെ ഹസ്ബൻഡ് ഡോക്ടറാണ്. പക്ഷെ ഞാൻ നോട്ട് ചെയ്യും, എനിക്കെന്തെങ്കിലും പ്രയാസമുണ്ടെന്ന് ഞാനൊന്ന് പറയത്തേ ഉള്ളൂ. 5 മിനിറ്റ് കഴിയുമ്പം എനിക്ക് ആ പ്രശ്നം മാറുന്ന ഞാൻ കാണാം. ഒന്നും ചെയ്യത്തില്ല, പറയത്തേ ഉള്ളൂ. കാരണം അമ്മയ്ക്കുള്ള അതേ കൃപ ഡോക്ടറിൽ ഞാൻ കാണാറുണ്ട്. അതൊരു വലിയൊരു കൃപയാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കണം, ഈ നദി താഴോട്ടൊഴുകുന്നു. എത്ര പേര് മനസ്സിലാക്കിയെടുക്കുന്നു. ഈ ജീവൻ്റെ ആത്മാവിന്, ഈ ജീവൻ്റെ വിത്ത് നിൽക്കുന്ന ആ വിത്ത് കിളുത്തത് പടർന്നുകൊണ്ടിരിക്കും. അതുപോലെ തന്നെയാണ് തിന്മയുടേതും. അപ്പോൾ യു ആർ മൂവ്ഡ് ബൈ വാട്ട് ഗോഡ് ഹാസ് സെഡ്. ഗോഡ് ഹാസ് ഓൾറെഡി ഹീൽഡ് യു. ഇറ്റ് ഈസ് റിസീവിങ് നൗ. അപ്പം നമ്മൾ ദൈവം നയിച്ചിരിക്കുന്ന ഹീലിങ് എൻ്റെ മേലേക്ക് വീഴുന്നതായിട്ട് നമ്മൾ കാണുമ്പോൾ നമ്മുടെ അന്തരാത്മാവ് അത് അബ്സോർബ് ചെയ്യും. അത് പിന്നെ ദേഹീയ തലത്തിൽ വരും, അത് ദേഹതലത്തിലേക്ക് പുറത്ത് കാണിക്കും. അപ്പോഴാണ് രോഗങ്ങൾ ചെതറിപ്പോകുന്നത്. നമ്മൾ പ്രാർത്ഥിക്കും, പലർക്കും രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അകത്തുനിന്ന് പാമ്പ് ഓടിപ്പോകുന്നു, പിന്നെ എന്നാ ചെറിയ ചെറിയ വേംസ് ഓടിപ്പോകുന്നു, ദുഷ്ടശക്തികൾ ഇറങ്ങിപ്പോകുന്നു, കറുത്ത ശക്തികൾ ഇറങ്ങിപ്പോകുന്നു എന്നൊക്കെ ചിലർ കാണുന്നത് അതുകൊണ്ടാണ്. കാരണം അകത്തിരിക്കുന്ന ദുരാത്മാക്കൾ, ദുഷ്ടശക്തികൾ, നിരാശകൾ എല്ലാം ഈ വചനത്തിൻ്റെ ശക്തിക്ക് ഇറങ്ങിപ്പോണം. അപ്പം വചന ശുശ്രൂഷ കൂടാതെ സൗഖ്യം വരുന്നില്ല. വചന ശുശ്രൂഷ വേണം. ഒരു ഭവനത്തിൽ പ്രാർത്ഥനയുടെ വേരുണ്ടെങ്കിലേ ദൈവാത്മാവിലുണ്ട് ഹീലിംഗ് വരത്തുള്ളൂ. അപ്പോൾ എവറി വേർഡ് യു സ്പീക്ക് ദ ബോഡി ലിസൺസ്. ദാറ്റ്സ് വൈ ദ വേർഡ് ഷുഡ് റൂൾ. അപ്പം നമ്മൾ പറയുന്ന ഓരോ വാക്യങ്ങളും എൻ്റെ ശരീരം അനുസരിക്കും. അപ്പം ആ പറയുന്ന വചനത്തെ ശരീരം ഉൾക്കും. ദർ ഇസ് എ സ്ട്രെങ്ത് ഇൻ യു ദാറ്റ് കനോട്ട് ബി ഷേക്കൻ. അപ്പോൾ ഈ ബോഡി എന്ത് ചെയ്യുന്നു? ബോഡി അപ്പം പെട്ടെന്ന് അപ്പോൾ എനിക്ക് രോഗത്തിന് സൗഖ്യം കിട്ടി, എനിക്ക് ക്യാൻസർ ഇല്ല, എനിക്ക് ചുമ്മാതെ ക്യാൻസറിൻ്റെ സിംറ്റംസ് ഒക്കെ ഉണ്ട്, പക്ഷേ ഞാൻ സമ്മതിക്കത്തില്ല, ഞാൻ മരിക്കാൻ പോകുന്നില്ല എന്നൊരു ഉറച്ച ബലം അങ്ങോട്ട് കിട്ടിക്കഴിയുമ്പോഴത്തേക്കും എനിക്ക് ക്യാൻസർ ഇല്ല, അത് മാറി ഗോ അണ്ടർ റിസഷൻ, മാറിപ്പോ എൻ്റെ ശരീരത്തിൽ ദൈവത്തിൻ്റെ ആത്മാ പകരുന്നു പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് ഇരിക്കുമ്പോഴുണ്ട് കുറേ എപ്പോഴത് തീ കത്തുന്നതെന്ന് പറയാനൊക്കത്തില്ല. ഇത് ഒരു സമയത്ത് എന്നൊരു തീ കത്തും, ദുരാത്മാവ് ഓടും, പൂർണ്ണ സൗഖ്യം തരും. ഇതൊക്കെ രോഗാത്മാവെന്നാണല്ലോ ദൈവം വിളിക്കുന്നത് ഇതിനെയൊക്കെ. അല്ല ദൈവത്തിന് നമ്മൾ അസുഖമായിട്ട് കിടക്കാനല്ല, ഒരിക്കലും ഇല്ല. ദൈവം എൻ്റെ അപ്പനാ, എനിക്കെന്തിനാ അസുഖം വന്നിട്ട് ദൈവം എന്തെടുക്കാനാ? ഇറ്റ് ഡസൻറ്റ് എൻജോയ് ഇറ്റ്. പിന്നെ പാപലോകത്തിൻ്റെ ഇഫക്റ്റ് കൊണ്ട് അസുഖം വരാൻ സാധ്യതയുണ്ട്. പക്ഷേ അസുഖത്തിനെ അടിച്ചു മാറ്റാൻ ദൈവം നമുക്ക് വചനം തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ പറയുന്നത് ബേർഡ് മസ്റ്റ് റൂൾ.
അപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവിൽ സൗഖ്യം വാങ്ങിക്കുന്നത് ഒരു ഭിക്ഷക്കാരൻ വാങ്ങിക്കുന്ന പോലെ അല്ല. പിന്നെയോ ഐ റിസീവ് ഇറ്റ് അണ്ടർ ദി അതോറിറ്റി വിച്ച് ഗോഡ്. ഞാൻ ദൈവത്തിൻ്റെ മകനെ എന്ന പദവിയിൽ ഞാനത് പ്രാപിച്ചെടുക്കുകയാണ്. ആർ യു റെഡി? ഈ ദൈവ ആത്മാവിൻ്റെ പ്രവചനത്തിൻ്റെ ആത്മാവ് അല്ലെങ്കിൽ രോഗസൗഖ്യത്തിൻ്റെ ആത്മാവ് എന്നിലേക്ക് പകരുമ്പം രോഗാത്മാവ് ഇറങ്ങിപ്പോകണം. ആ ശക്തിയാണ് എന്നിൽ പകരേണ്ടത്. ആ ശക്തി വ്യാപരിക്കണം. ആത്മാവിൻ്റെ ശക്തി ആത്മാവിൻ്റെ കണ്ണുകൊണ്ട് കാണണം. അപ്പോൾ ഈ ആത്മാവിൻ്റെ ആഴങ്ങളിലേക്ക് ഇവൻ ഇറങ്ങിച്ചെല്ലണം. വചനം അങ്ങോട്ട് ഇറങ്ങിച്ചെന്നിട്ട് വേരോടെ ഈ ദുഷ്ടൻ്റെ വളർച്ചയെ വേരോട് പഴുതെടുത്ത് എറിഞ്ഞു കളഞ്ഞ് തീ കത്തിച്ച് കളയണം. ഇതൊക്കെ പറയുമ്പോൾ അത് സംഭവിക്കുകയാണ്. ഒരുപക്ഷെ ഇത് കേൾക്കുമ്പോൾ സംഭവിച്ചുകൊണ്ടേയിരിക്കുകയാണ്. പരിശുദ്ധാത്മാവ് ഇത് ഏറ്റെടുക്കുകയാണ്. ദൈവത്തിൻ്റെ വചനം ഇരുവാൾ തലയുള്ള വചനം, ജീവനുള്ളത്, ചൈതന്യമുള്ളത്. രോഗസൗഖ്യം നമ്മുടെ അവകാശമാണ്. അതിന് ഒരു ഭിക്ഷക്കാരനെ പോലെ യാചിച്ചുകൊണ്ടിരിക്കേണ്ട. കർത്താവേ അട്ടിപ്പിണരുകളാൽ എനിക്ക് അതായത് അതിന് പകരം അയ്യോ എനിക്ക് ക്ഷീണമാണെന്ന് പറഞ്ഞാൽ ദ ബോഡി വിൽ തിങ്ക് ദാറ്റ് ഇസ് കറക്റ്റ്. നമ്മളെപ്പോഴും പറയും എനിക്ക് ക്ഷീണമാണ്, പ്രായത്തിൻ്റെ ആയിരിക്കും എനിക്ക് ക്ഷീണം. നമ്മൾ പറയുന്നത് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ നമ്മൾക്ക് ക്ഷീണം. രാവിലെ എണ്ണിക്കാൻ ഒക്കത്തില്ല, ഒക്കത്തില്ല അങ്ങനെ തന്നെ എണ്ണിക്കത്തുമില്ല. അല്ലെങ്കിൽ ഞാൻ എഴുന്നേക്കും. എനിക്ക് ഇൻട്രസ്റ്റ് ഉള്ളൊരു കാര്യമാണ്. എന്തൊരു ക്ഷീണമല്ല അന്നേരം ഓടിപ്പോകില്ല. അതെന്താ? അപ്പോൾ ഒരു പുതിയ ഹൃദയം, പുതിയൊരു ശക്തി, പുതിയൊരു ആത്മാവ് നമുക്ക് ദൈവം ഇട്ട്. അപ്പം വേർഡ് മസ്റ്റ് റൂൾ. വചനം നമ്മളെ ഭരിക്കണം. എൻ്റെ ഇമോഷൻസ് അല്ല, എൻ്റെ വികാരങ്ങളിൽ ഓപ്പറേറ്റ് ചെയ്യല്ലേ. ദൈവവചനം എൻ്റെ അതോറിറ്റിയാണ്. ആ വചനമാണ് ഇന്നു മുതൽ എന്നെ ഭരിക്കുന്നത്. അപ്പോൾ ദ അതോറിറ്റി ബിഹൈൻഡ് യുവർ ആക്ഷൻ ഈസ് ദ വേർഡാണ്. മൂവ്ഡ് ഓൺലി ബൈ ഗോഡ്സ് വേർഡ്. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ സ്റ്റെബിലിറ്റിയാണ്. ആ വേർഡ് വരുമ്പോൾ അതിൽ കൂടെ ജീവനാണ് പറയുന്നത്. ആ ബോഡി ആ ജീവനെ പകർന്നെടുക്കുകയാണ്. ഒരു പീസ് ദാറ്റ് പാസത്ത് ഓൺ. അപ്പോൾ ഒരു വലിയ സമാധാനം, അതായത് എനിക്കൊരു വലിയ സോയി ലൈഫ് ഇട്ട് തരും. എന്നിട്ട് ദ സ്ട്രെങ്ത് ദാറ്റ് കനോട്ട് ബി ഷെയ്ക്കൻ. അപ്പോൾ ടേക്ക് ദ വേർഡ് എസ് ദ ഫൈനൽ അതോറിറ്റി. ഈ ദൈവം അത് പറഞ്ഞു, അത് നടന്നിരിക്കുന്നു. കർത്താവിൻ്റെ അടിപ്പിണറിൻ്റെ വചനമാണ് ഞാൻ എടുത്തു ചൊല്ലുന്നത് എങ്കിൽ അത് സംഭവിക്കുന്നിടം വരെ പറഞ്ഞുകൊണ്ടിരിക്കണം. അതിനകത്ത് 100 പേരുടെ അഭിപ്രായമൊന്നും ആവശ്യമില്ല. എത്ര രോഗികൾ മരിക്കുന്നു പറയുമ്പം അവർ ഡോക്ടേഴ്സിനോട് തിരിച്ചു പറയും ഞാൻ മരിക്കത്തില്ലെന്ന് എനിക്കറിയാം, എൻ്റെ ദൈവം എന്നോട്. അങ്ങനെ തന്നെ സംഭവിക്കും. കാരണം ദ അതോറിറ്റി ഓഫ് ദ ഡോക്ടർ ഈസ് സൂപ്പർസീഡഡ് ബൈ ദ അതോറിറ്റി ഓഫ് ദ ഹോളി സ്പിരിറ്റ്. നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവ് ഇന്നും ശക്തമായിട്ട് ക്രിയ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളോടുകൂടെ സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നതിന് നന്ദിയോടെ സ്തോത്രം. കർത്താവേ, നിൻ്റെ വചനമാണ് ഞങ്ങളുടെ ബലം. പരിശുദ്ധാത്മാവാണ് വചനത്തിന് പൊരുൾ തിരിച്ചു തരുന്നത്. വചനം ജീവനാണ്, വചനം ക്രിസ്തുവാണ്. ഈ വചനത്തിനെ ഉൾക്കൊള്ളാൻ തടസ്സം നിൽക്കുന്ന ഞങ്ങളുടെ ജഡവും സെൻസസുമാണ്. 5 ഇന്ദ്രിയങ്ങൾ ഈ വചനത്തിനെതിരായിട്ട് പ്രവർത്തിക്കുന്നു. കാരണം അങ്ങനെ പഠിച്ചുപോയി. എന്നാൽ ഇന്ന് വചനമാണ് ഹയർ അതോറിറ്റി എന്നും വചനമാണ് ക്രിസ്തുവിൻ്റെ ശ്വാസമെന്നും ആ വചനമാണ് നമ്മളെ ഭരിക്കുന്നതെന്ന് ഞങ്ങളെ പഠിപ്പിച്ചതിന് നന്ദി പറയുന്നു. നാഥൻ്റെ കയ്യിലേക്ക് വിഷയങ്ങൾ, ഓരോ ഭാരങ്ങൾ ഏൽക്കുന്ന കുടുംബങ്ങളിലുള്ളവരുടെ ആവശ്യങ്ങളെ, ഭാരങ്ങളെ, രോഗങ്ങളെ ഒക്കെ ഏൽപ്പിച്ചു തരുന്നു. അതിനത് ഏറ്റെടുത്ത് സൗഖ്യം കൊടുത്താട്ട് മുൻപിലേക്ക് കൊണ്ടുവെക്കുന്ന ഓരോ രോഗത്തിനെയും അവിച്ചൻ്റെ ജീവപ്രകാശം അയച്ച് കരച്ചു കളയണം. സ്വർഗത്തിൽ നിന്ന് തീയിറങ്ങി അത് കരിക്കണം. ഓരോ സെല്ലിലും ഏതാണ് അഴുക്കെന്ന് ഏതാണ് നല്ലതെന്ന് അറിയാവുന്ന വചനമാണ്. കാരണം വചനം സന്ധികളെയും മജ്ജകളെയും ആത്മാവിനെയും പ്രാണനെയും നമ്മളുടെ ഓരോ രോഗത്തിലുള്ള സെല്ലുകൾ നല്ലതിനെയും ചീത്തയും തിരിച്ചറിഞ്ഞിട്ട് പ്രവർത്തിക്കാൻ കഴിവുള്ള പരിശുദ്ധാത്മാവിനെ ഏൽപ്പിക്കുക. അതുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവ് കടന്നു ചെന്നിട്ട് രോഗികൾക്ക് സൗഖ്യം വേണം, വിടുതൽ ആവശ്യമുള്ളവർക്ക്, കെട്ടപ്പെട്ട് കിടക്കുന്ന അവസ്ഥയിൽ കർത്താവിൻ്റെ വചനം തീ പോലെ ചെന്നിട്ട് കെട്ടുകളെ കരിച്ച് കളയണം. സൗഖ്യമാക്കുന്ന ദൈവമക്കളെ റിലീസ് ചെയ്യണം. കർത്താവിൻ്റെ ആത്മാവിൽ പണസംബന്ധമായ ഭാരമുള്ളവർക്ക് സ്വർഗ ഭണ്ഡാരം തുറന്നിട്ട് സ്വർഗമണ്ഡലത്തിൽ നിന്ന് പുതിയ വഴികൾ കാണിച്ചു കൊടുക്കണം. ജോലി ചെയ്തിട്ട് ഒരു പ്രയോജനം ഇല്ലാതെ വെറുതെ ഓടി നടക്കുന്നവർക്ക് ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെ ആത്മാവിട്ട് കൊടുക്കണം.
ഒരു ദൈവത്തെ കാണട്ടെ, കർത്താവിൻ്റെ മുമ്പിലേക്ക് കടന്നു വന്നിട്ട് അനുഗ്രഹം പ്രാപിച്ചു നമ്മുടെ തലമുറകളുടെ നന്മ കാണുവാൻ തക്കവണ്ണം വചനം ശക്തമായിട്ട് ഞങ്ങളുടെ കൂടെ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നതിന് നന്ദി. പ്രാർത്ഥനയോട് ഉത്തരം തന്ന ദൈവത്തിന് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ പുണ്യനാമത്തിൽ തന്നെ. ആമേൻ.